നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി ഫിലാഡൽഫിയക്കെതിരെ 2-1 വിജയിച്ച് കയറുമ്പോൾ ലിയോ മെസ്സി ഇതാ പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ എത്തി. കുറഞ്ഞ സമയം കളിച്ചു. അതൊരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. കളിക്കളത്തിലേക്ക് ഇറങ്ങി 2 മിനിറ്റിനകം അദ്ദേഹത്തിൻ്റെ വക ഗോൾ വന്നു. ലൂയിസ് സുവാരസ് പെനാൽറ്റി ബോക്സിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കൊടുത്ത പാസ്, ആ ബോളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ കൂടെ എതിർ ടീമിൻ്റെ ഡിഫൻഡേഴ്സ് ഉണ്ട്, അതൊന്നും വകവെക്കാതെ മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തു. ഇന്റർ മയാമി വിജയിച്ച കളി, അതിൽ മെസ്സിയുടെ ഒരു പെർഫോമൻസ് നോക്കുക. അദ്ദേഹം ഒരു സൂപ്പർ പാസ് ലൂയിസ് സുവാരസിന് കൊടുത്തിരുന്നു. സുവാരസിന് പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഗോൾ കീപ്പറും സുവാരസും മാത്രം നേർക്കുനേർ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷ് ചെയ്തില്ല. മെസ്സിക്കും മറ്റൊരു അവസരം ഉണ്ടായിരുന്നു, അത് ഗോൾ കീപ്പർ തടഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. 35 മിനിറ്റാണ് മെസ്സി കളിച്ചത്. അതിനെക്കുറിച്ച് മഷറാനോ പറയുന്നുണ്ട്, നമുക്ക് അവസാനം നോക്കാം. 35 മിനിറ്റ് കളിച്ചു, 1 ഗോള് മെസ്സി നേടി. 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. 2 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 2ഉം സക്സസ്ഫുള്ളായി. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു. 27 ടച്ചുകൾ അദ്ദേഹം നടത്തി. 20 പാസുകളിൽ 15ഉം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 2 കീ പാസുകൾ കൊടുത്തു. 4 ലോങ് ബോളുകൾ, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഡ്യുവൽസ് നോക്കുക, ഗ്രൗണ്ട് ഡ്യുവൽസ് 6 എണ്ണം, അതിൽ 5 എണ്ണവും അദ്ദേഹം വിൻ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു പെർഫോമൻസ് ലിയോ മെസ്സി നടത്തുന്നു. മഷറാനോ കളിക്ക് ശേഷം പറഞ്ഞു, ഒബ്വിയസ്ലി മെസ്സി ഒരു 30-35 മിനിറ്റ് കളിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഹി ഫെൽറ്റ് വെരി ഗുഡ്. പക്ഷേ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ കളിപ്പിച്ച് റിസ്ക് എടുക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ കൂടുതൽ ഹാപ്പിയാക്കി മാറ്റുന്നു ലിയോ മെസ്സി എന്നാണ് ഹവിയർ മഷറാനോ കളിക്ക് ശേഷം പറഞ്ഞത്. എന്തായാലും MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 1-ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ഇപ്പോൾ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി. പരിക്കേറ്റ് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നഷ്ടമായപ്പോൾ ആരാധകർക്ക് വലിയ നിരാശയുണ്ടായിരുന്നു, ഒപ്പം ആശങ്കയും ഉണ്ടായിരുന്നു. ഒരു കളി കളിക്കുന്നു, മെസ്സിക്ക് പരിക്ക് പറ്റുന്നു, വീണ്ടും കുറച്ച് കളികൾ നഷ്ടമാകുന്നു, പിന്നെ തിരികെ വരുമ്പോൾ വീണ്ടും പരിക്ക് പറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, മെസ്സി തിരികെ എത്തി, ഗോളടിച്ചു. അദ്ദേഹം മിന്നിക്കത്തി തന്നെ മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.